ഓക്കെ, അഭിജിത് ദീപ് കെ അദ്ദേഹം പറയുന്നത് ഒരു മാത്രമല്ല, ഡൽഹിയിൽ കണ്ട മറ്റൊരു കാര്യം, സുഹൈൽ മുഹമ്മദ് വളരെ ഇദ്ദേഹം ഇറങ്ങിയതു മുതൽ ഈ സമരം നടക്കുന്ന ജന്തർ മന്ദിർ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ആത്മനിയന്ത്രണം പോലീസ് നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നേതൃത്വ തലങ്ങളിൽ നിന്ന് അവർക്ക് ഒരു ഉപദേശം കിട്ടിക്കാണും, ഒരു കാരണവശാലും ഈ പാറ്റകളെ പ്രകോപിപ്പിക്കേണ്ട എന്നുള്ളത്. അത് ആ ഒരു നിയന്ത്രണം അവരും സമാധാനം പാലിച്ചു, പോലീസും നല്ല നിയന്ത്രണം പാലിച്ചു. ഒരു കാരണവശാലും അരുതാത്തതൊന്നും ഡൽഹിയിൽ സംഭവിക്കരുത് എന്ന് നിർബന്ധം പിടിക്കുന്ന ആരോ ഒരു തലച്ചോറിൻ്റെ പിന്നിൽ ഉണ്ട്. ഒരുപക്ഷെ ഈ ചെറുപ്പക്കാരെ ഇപ്പം 50 കോടിയോളം ആളുകൾ ചെറുപ്പക്കാരാണെന്ന് പറയുന്ന ഒരു നാട്ടിൽ ഒരുപക്ഷെ ഇത്തരം ഒരു സംഭവത്തിൻ്റെ പേരിൽ ചെറുപ്പക്കാർ മുഴുവൻ എതിരാകുന്നത് ഒരു ഭരണകൂടത്തിനും താങ്ങാൻ കഴിയുന്ന കാര്യമല്ല. തുടക്കത്തിൽ തന്നെ സ്കീൻ വെറുതെ അടിച്ച ആളാക്കേണ്ട ചിലപ്പോൾ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ കോക്രോച്ച് ജനതാ പാർട്ടി അല്പം സംശയദൃഷ്ടിയോടാണ് കാണുന്നത്. പൊതുവെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്ന നോർമലൈസ് ചെയ്യപ്പെട്ട രാജ്യത്ത് നീറ്റ് എന്ന പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് പതിവില്ലാത്ത രീതിയിൽ ഒരു യുവജന കൂട്ടായ്മ രൂപപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മുടെ അമ്മമാർക്ക് നമ്മോട് പറയുന്നത്, മോനെ പഠിക്കൂ, പഠിച്ചാലേ നന്നാകൂ. അതായത് സാമ്പത്തികമായി പരാധീനം നിൽക്കുന്ന ഒരു കുടുംബത്തിന് ആ കുടുംബത്തിന്റെ രക്ഷകനാകാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ അവരുടെ മക്കളോ മകനോ ആയിരിക്കും. അതിന് ട്രഡീഷണലായി കൺവെൻഷനായി മാതാപിതാക്കൾ കാണുന്ന ഉപായം വിദ്യാഭ്യാസമാണ്. ഞാൻ ഉപായം എന്ന കണക്കിൽ പറഞ്ഞത് രക്ഷപ്പെടാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിന്റെ വിശ്വാസ്യതയെ കോട്ടം തട്ടിക്കുന്ന പ്രശ്നമാണ് നീറ്റിലെ ചോദ്യപേപ്പർ. ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചോദ്യപേപ്പർ ലഭിച്ചത് ആർക്കാണ്? പണം കൊടുക്കാൻ ശേഷിയുള്ള മധ്യവർഗത്തിന് മുകളിലുള്ള ആൾക്കാർക്കാണ് നീറ്റ് ചോദ്യപേപ്പർ ലഭിച്ചത്. അതായത് ഈ ചോദ്യപേപ്പർ വാങ്ങാൻ ശേഷിയില്ലാത്തവൻ ദരിദ്രനാണ്, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. അവിടെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഡൗൺ ടു എർത്ത് ആയ സാധാരണക്കാരനായ മനുഷ്യന്റെ അവന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന വിഷയമായതിനാൽ സ്വാഭാവികം വലിയ ജനരോഷം ഉണ്ടാകും. അത് ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ജനരോഷത്തിന് വഴിതെളിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിന് കോട്ടം തട്ടുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ശക്തമായി രംഗത്ത് വരിക. ആ രോഷം അത് അതേപടി പ്രതിപക്ഷം ഏറ്റെടുത്ത് വലിയൊരു പ്രതിഷേധമായി മാറുന്നതിന് മുമ്പ് ഒരു കൂട്ടം ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ട് വന്നതാണെങ്കിൽ എന്നൊരു ചോദ്യം ഞാൻ ഉയർത്തുകയാണ്. അതായത് കേന്ദ്ര സർക്കാരിനെതിരെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ ജനരോഷം ഇരമ്പി അതൊരു വ്യാപകമായ ഒരു വലിയ പ്രൊട്ടസ്റ്റിനും വ്യാപകമായ ഒരു വലിയൊരു പ്രതിഷേധത്തിനും വഴിതെളിക്കുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഒരാളുണ്ടാക്കിയ CJP എന്നൊരു സോഷ്യൽ മീഡിയ ബാനറിൽ നിന്ന് ഒരു പ്രതിഷേധം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് കാരണം ഈ ഒരു വരാനിരിക്കുന്ന വലിയ പ്രതിഷേധത്തെ തണുപ്പിക്കാനാണ് ഒരു സാധ്യത ഞാൻ കൽപ്പിക്കുന്നത്. ആദ്യം ഞാൻ അതിനൊരു ഉദാഹരണമായി പറയുന്നത്, ഞാനും അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ ഒരു ജ്യേഷ്ഠനും അനിയനും ഉണ്ടെന്നിരിക്കുക. അവർ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്ത് കളിക്കുകയാണ്. ഈ ഗ്ലാസ് ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്ന് വീണു പൊട്ടി. ഈ വിഷയം അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ജ്യേഷ്ഠൻ തന്നെ നേരിട്ട് പോയാൽ ചിലപ്പോൾ ഒരു അടി കിട്ടും. ഇളയ അനിയനോട് പറയുകയാണ്, തൽക്കാലം നീയാണിത് പൊട്ടിച്ചതെന്ന് പറഞ്ഞു പോകും, അല്ലെങ്കിൽ നീ അമ്മയോട് പോയിട്ട് പറയൂ ചേട്ടൻ ഈ ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറയും. ഞാൻ ഡയറക്റ്റ് ഈ വിഷയം അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി മുതലമായിരിക്കും എൻ്റെ അമ്മ ഈ വിഷയം അനിയൻ അവതരിപ്പിച്ചാൽ എടുക്കുക. അതേപോലെ തന്നെ ഇതൊരു BJPയുടെ B ടീമാണ് എന്ന സംശയം ഞാനിവിടെ ഉയർത്തുകയാണ്. ഇതൊരു ഞാൻ പറഞ്ഞ എൻ്റെ ഒരു സംശയമാണ്. ഇതിന് ആധികാരികതയോ തെളിവോ ചോദിച്ചാൽ എൻ്റെ കയ്യില്ല. അങ്ങനെ ആകാനുള്ള സാധ്യത എന്തുകൊണ്ടാണ് അങ്ങനെ സുഖയിലൊരു സംശയം വരാൻ കാരണം? ഈ പേരിന്റെയാണോ BJP CJP? അല്ല, പേരെന്നല്ല, അപ്പുറത്തേക്കല്ല. ഇവിടെ അങ്ങനെ ഒരു യുവത്വത്തിന് രോഷം ഉൾക്കൊള്ളേണ്ട ആദ്യത്തെ വിഷയമാണ് ഇതെന്ന് ഞാൻ കരുതുന്നില്ല. ഈ രാഷ്ട്രം 10 വർഷത്തിനിടയിൽ നീറ്റ് പരീക്ഷയിലുണ്ടായ പ്രശ്നത്തെ നമുക്ക് ചെറുതായി കാണാൻ പറ്റൂ, ഒരിക്കലും ചെറുതായി കാണാൻ കഴിയില്ല. പക്ഷെ യുവത്വം നേടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നീറ്റ് എന്ന് ഞാൻ കരുതുന്നില്ല. അതേസമയം നീറ്റ് എന്ന വിഷയം വലിയ ചർച്ചയായി കഴിഞ്ഞാൽ അത് ജനങ്ങളെ ആകെ ഇളക്കി വിടുന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പ്രതിപക്ഷമൊക്കെ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് വലിയ ജനരോഷം ഉണ്ടാക്കുമെന്ന ഘട്ടത്തിൽ BJP തന്നെ സ്പോൺസർ ചെയ്തത് B ടീമാണോ എന്ന സംശയം ഞാൻ വെക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.